പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷം 1885 മെയ് 24-നാണ്. അപ്പോൾ 1885 മെയ് 24-നാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരാണ്. എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നാണ്. അപ്പോൾ സാഹിത്യ കുടീരം എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പപ്പു എന്നാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പപ്പു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്, പണ്ഡിറ്റ് കറുപ്പൻ്റെ മാതാവിൻ്റെ പേര് കൊച്ചുപെണ്ണ് എന്നാണ്. കൊച്ചുപെണ്ണ് എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ മാതാവിൻ്റെ പേര്. അപ്പോൾ പിതാവ് പപ്പു, മാതാവ് കൊച്ചുപെണ്ണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷം 1885 മെയ് 24. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പപ്പു, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് കൊച്ചുപെണ്ണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പത്നിയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. കുഞ്ഞമ്മ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പത്നിയുടെ, അതായത് ഭാര്യയുടെ പേര്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം, ചെറുപ്പത്തിലുള്ള പേര് ശങ്കരൻ എന്നാണ്. അപ്പോൾ ശങ്കരൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ നാമം കണ്ടത്തുപറമ്പിൽ പപ്പുകറുപ്പൻ എന്നാണ്. കണ്ടത്തുപറമ്പിൽ പപ്പുകറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ നാമം. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു അഴീക്കൽ വേലുവൈദ്യരാണ്. അഴീക്കൽ വേലുവൈദ്യനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനാണ്. മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത്. സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. 1925 പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അപ്പം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്. കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കവി തിലകൻ എന്നറിയപ്പെടുന്നത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സ്ഥാപിച്ച വർഷം 1907. 1907 അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. വർഷം 1913. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കൃഷ്ണാദി ആശാൻ. അപ്പോൾ കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അത് സ്ഥാപിച്ച വർഷം 1913. കൃഷ്ണാദി ആശാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ചേരാനെല്ലൂരാണ്. എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല പ്രവർത്തിക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ ചെറായിയാണ്. എറണാകുളം ജില്ലയിൽ ചെറായിയിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത്.
പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് അതായത് അത് ആദ്യത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് 2013 സുഗതകുമാരിയാണ്. 2013 സുഗതകുമാരിയാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത്. പിന്നെ 2019 നേടിയത് എസ് രമേശൻ നായരാണ്. എസ് രമേശൻ നായർ 2019 നേടി. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ്. ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. അപ്പം തങ്കപ്പൻ പൂയപ്പിള്ളിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. അപ്പോൾ കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി രാജാവാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. വർഷം 1913. 1913 കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയതും കൊച്ചി മഹാരാജാവാണ്. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. തങ്കപ്പൻ പൂയപ്പിള്ളി. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. സ്തോത്രമന്ദാരമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിത. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ഉദ്യാനവിരുന്നും ബാലകലേശവും. അപ്പം ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്താൻ സഹായിച്ച പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശവും. ഉദ്യാനവിരുന്ന്, ബാല്യകലേശം. ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. അപ്പോൾ ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പണ്ഡിറ്റ് കറുപ്പൻ്റെ മരണം 1969 മെയ് 31. പണ്ഡിറ്റ് കറുപ്പൻ്റെ മരണം 1969 മെയ് 31. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന സഭകളാണ്. ആദ്യത്തേത് കല്യാണി ദായിനി സഭ, കൊടുങ്ങല്ലൂർ. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത്. ജ്ഞാനോദയം സഭ, ഇടക്കൊച്ചി. ജ്ഞാനോദയം സഭ, ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ, തേവര. സുധർമ്മ സൂര്യോദയ സഭ, തേവര. പ്രബോധ ചന്ദ്രോദയ സഭ, വടക്കൻ പറവൂർ. പ്രബോധ ചന്ദ്രോദയ സഭ, വടക്കൻ പറവൂർ. അരയ വംശോദ്ധരണി സഭ, എങ്ങണ്ടിയൂർ. അരയ വംശോദ്ധരണി സഭ, എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ, കുമ്പളം. സന്മാർഗ പ്രദീപ സഭ, കുമ്പളം. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണി ദായിനി സഭ. വർഷം 1912. അപ്പം കല്യാണി ദായിനി സഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ. അപ്പോൾ കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ്. സുധർമ്മ സൂര്യോദയ സഭ തേവരയാണ്. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ്. അരയ വംശോദ്ധരണി സഭ എങ്ങണ്ടിയൂരാണ്. സന്മാർഗ പ്രദീപ സഭ കുമ്പളമാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ചത് കല്യാണി ദായിനി സഭയാണ്. വർഷം 1912.
പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ ലങ്കാമർദ്ദനം, നൈഷധം എന്ന് പറയുന്ന നാടകം, ഭൈമി പരിണയം, ചിത്രലേഖ, ഉർവശി അതൊരു വിവർത്തനമാണ് ഉർവശി, ശാകുന്തളം, വഞ്ചിപ്പാട്ട്. അപ്പം ലങ്കാമർദ്ദനം, നൈഷധം എന്ന് പറയുന്ന നാടകം, ഭൈമി പരിണയം, ചിത്രലേഖ, ഉർവശി എന്ന് പറയുന്ന വിവർത്തനം, ശാകുന്തളം, വഞ്ചിപ്പാട്ട്, കാവ്യപേടകം എന്ന് പറയുന്ന കവിതകൾ, ചിത്രാലങ്കാരം, ജലോദ്യാനം, രാജരാജപർവം, വിലാപഗീതം, ജാതിക്കുമ്മി, ബാലാകലേശം എന്ന് പറയുന്ന നാടകം, എഡ്വേർഡ് വിജയം എന്ന് പറയുന്ന നാടകം, പഞ്ചവടി എന്ന് പറയുന്ന നാടകം. അപ്പോൾ കാവ്യപേടകം എന്ന് പറയുന്ന കവിതകൾ, ചിത്രാലങ്കാരം, ജലോദ്യാനം, രാജരാജപർവം, വിലാപഗീതം, ജാതിക്കുമ്മി, ബാലാകലേശം എന്ന് പറയുന്ന നാടകം, എഡ്വേർഡ് വിജയം എന്ന് പറയുന്ന നാടകം, പഞ്ചവടി എന്ന് പറയുന്ന നാടകം, ഉലൂപോഖ്യാനം എന്ന് പറയുന്ന നാടകം, കൈരളി കൗതുകം, അത് 3 ഭാഗങ്ങളായിട്ടാണ്, ആചാരഭൂഷണം, ഉദ്യാനവിരുന്ന്. അപ്പോൾ ഉലൂപോഖ്യാനം എന്ന് പറയുന്ന നാടകം, കൈരളി കൗതുകം, ആചാരഭൂഷണം, ഉദ്യാനവിരുന്ന്. പിന്നെ ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ച കൃതിയായ സമാധി സപ്താഹം. അപ്പോൾ സമാധി സപ്താഹം എന്ന് പറയുന്ന കൃതി സാമുദായിക ഗാനകലകൾ, സമാധി സപ്താഹവും സാമുദായിക ഗാനകലകളും. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകങ്ങളാണ് ബാലകലേശം, പഞ്ചവടി, ലങ്കാമർദ്ദനം, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം, ഉലൂപോഖ്യാനം. അപ്പോൾ ബാലകലേശം, പഞ്ചവടി, ലങ്കാമർദ്ദനം, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം, ഉലൂപോഖ്യാനം. ഇത്രയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകങ്ങൾ. ഓക്കെ, താങ്ക് യു.